വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഒരവസരം കൂടി ഈ വണ്ണം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാനും വചനം പങ്കുവയ്ക്കുവാനും കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന് വിളിച്ചറിയിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം, ഒരുക്കത്തിലായിരിക്കണം. യഥാർത്ഥമായിരിക്കുന്ന സഭാജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പം ഈ ദൈവവചനം പഠിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയേണ്ട സത്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ അറിയുന്നുണ്ടോ, അതൊന്ന് വിലയിരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദിമസഭ, ആ സഭയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദിമസഭയുടെ ചില പ്രത്യേകതകൾ. അപ്പോൾ നമുക്കറിയാം, സഭയുടെ ആരംഭത്തിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ നൂറുമേനി ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ സഭ വളരുകയുണ്ടായി. ആ സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അല്പമായിട്ട് ദൈവവചനത്തിലൂടെ ചിന്തിക്കാം. സഭയെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് തൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ആ സഭ എത്രമാത്രം മാതൃകാപരവും ആദർശപൂർണവുമായിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സഭയിലാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പമെങ്കിലും വ്യതിചലിക്കുക എന്നുള്ളത് ഒരു വലിയ പാവമാണ്. ദൈവവചനം സത്യമല്ലേ? സത്യവേദ പുസ്തകം, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന ഗൗരവമുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ആദിമസഭയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും വളരെ സുപരിചിതമായ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-42 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും രക്ഷിക്കപ്പെട്ടവർ കൂടി വന്ന സഭ അവരെങ്ങനെയായിരുന്നു എന്നാണ് വായിക്കുന്നത്, അല്ലേ? അപ്പോൾ വചനം കൈക്കൊണ്ടവർ അന്ന് 3000-ഓളം പേർ സ്നാനമേറ്റ് അവരോട് ചേർന്നെന്നാണ്. എന്ന് പറഞ്ഞാൽ വചനം കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുക, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അങ്ങനെ സ്വീകരിച്ചവർ സ്നാനമേറ്റു. അങ്ങനെ അവരെല്ലാവരും ഒരു കൂട്ടമായി കൂടി വന്നു. അതാണല്ലോ ദൈവത്തിൻ്റെ സഭ. അപ്പോൾ അവർ പിന്നെ തുടർന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് 42-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ ആ 42-ാം വാക്യവും 47-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം കൂടെ മാത്രം ഇപ്പോൾ വായിക്കുന്നുള്ളൂ. വായിക്കാം. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇവിടെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതാണ് ആദിമ നൂറ്റാണ്ടിലെ സഭ ചെയ്തു പോകുന്ന കാര്യം. ഒപ്പം അതിൻ്റെ 47-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ആദിമ നൂറ്റാണ്ടിൽ വിശുദ്ധന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് അനേകർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവർ ഓരോ ദിവസവും സഭയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് സഭകളൊക്കെ യഥാർത്ഥത്തിൽ വളരുന്നതായി പോലും കാണുന്നില്ല. എവിടെ? സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ച ജീവൽ പ്രസ്ഥാനമാണ്, അതൊരു കെട്ടിടമല്ല. അപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഇന്ന് അനേക ഇടങ്ങളിലും സഭകൾ വളരുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ ചിന്തിക്കണം, നമുക്ക് യഥാർത്ഥമായ ദൈവത്തിൻ്റെ സഭ, ആ സഭ നമുക്കറിയാം. സഭയ്ക്ക് ഇന്ന് ആൾക്കാർ പേര് കൊടുത്ത് അങ്ങ് മടുത്തു. എന്ത് പേര് കൊടുക്കണമെന്ന് അറിയത്തില്ല, എന്തുമാത്രം പേരുകളില്ല. വേദപുസ്തകത്തിൽ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന 3 പേര്, അത് ഒന്ന് ക്രിസ്തുവിൻ്റെ സഭ എന്ന, നമ്മൾ റോമാലേഖനം 16-ൽ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭ. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ സഭയാണ്. രണ്ടാമത്തെ ഒരു പേരുള്ളത് ദൈവത്തിൻ്റെ സഭ, 1 കൊരിന്ത്യർ 11-16 ദൈവത്തിൻ്റെ സഭ. 3 വിശുദ്ധന്മാരുടെ സഭ, 1 കൊരിന്ത്യർ 14-34 വായിക്കുന്നു. അപ്പോൾ ഈ സഭകളെല്ലാം അറിയപ്പെട്ടിരുന്നത് സ്ഥലം സഭകൾ
ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിന് അല്ലാതെ ഒരു പേര് വേദപുസ്തകത്തിൽ കാണുന്നില്ല. കൊരിന്തിലെ സഭ, എഫേസോസിലെ സഭ, ഗലാത്യ സഭകൾ, തെസലോനിക്കയിലെ സഭ, ഇങ്ങനെ ആ സ്ഥലത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്തും ഇപ്പം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 7 സഭകൾക്ക് അത് 7 സ്ഥലം സഭകൾ ആ സ്ഥലത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ കർത്താവിനെ കീറി മുറിച്ചിരിക്കുന്ന ഒരനുഭവം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിശ്ചയമായും ശത്രുവിൻ്റെ കരമുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ടും ഇന്ന് ഏത് സഭയിലാണ്? ഇപ്പം ഞങ്ങളിവിടെ നാസിക്കിൽ കൂടി വരുന്നത് നാസിക്കിലെ ദൈവസഭ എന്ന പേരിലാണ്. നാസിക്കിലെ ദൈവസഭ. അപ്പോൾ അതിന് വേറൊരു പേരില്ല. അങ്ങനെ കൊടുക്കാനായിട്ട് വചനത്തിൽ നമുക്ക് അതിനുള്ള അടിസ്ഥാനങ്ങളൊന്നും കാണുന്നില്ല. അപ്പം നാസിക്കിലെ ദൈവസഭ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നാസിക്കിൽ മറ്റനേക സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു സഭ, കർത്താവ് പണിയുന്ന ആ സഭ, അത് ദൈവവചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ വചനാനുസരണം പോകുന്നൊരു സഭയായിരിക്കും. അതുകൊണ്ട് നാസിക്കിൽ ദൈവം തൻ്റെ ഒരു നിലവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ദേശത്തിന് അതിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. നമ്മളതിനെ ആ നിലയിൽ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ആ സഭയുടെ യഥാർത്ഥമായിരിക്കുന്ന നല്ല മാതൃക നമുക്ക് 1-ാം നൂറ്റാണ്ടിൽ കാണുന്നുണ്ട്. അവിടെ ആ സഭ കൂടി വരുമ്പോൾ അവിടെ ഒന്നാമത്തെ കാര്യം അതൊരു പഠിപ്പിക്കുന്ന സഭയായിരുന്നു. ദൈവവചനം നന്നായി പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഉപദേശ വിഷയങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു സഭയായിരുന്നു. ഇന്ന് നമുക്ക് കൂടി വരുന്ന സഭ അത് ദൈവവചനം നന്നായി പഠിപ്പിക്കുന്ന സഭയാണോ എന്ന് നമ്മൾ അറിയണ്ടേ. ദൈവവചനത്തിൻ്റെ ഉപദേശ വിഷയങ്ങൾ ഇന്ന് അനേകരും ഒരു സഭ വിട്ട് മറ്റൊരു സഭയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലേക്ക് പോകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉപദേശ നിശ്ചയമില്ല, ഉപദേശത്തെക്കുറിച്ച് അറിവില്ല. അപ്പം അതുകൊണ്ട് അനേക ദുരുപദേഷ്ടകന്മാർ എഴുതിയിട്ടുണ്ട്. അനേകർ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ആടി ഉലയുന്നവരായി മാറും. അതുകൊണ്ട് ഇതൊക്കെ ദൈവവചനത്തിൽ നമുക്കറിയാം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എഫേസ്യർ 4:14, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പോൾ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ നമുക്കറിയാം ഇന്ന് എത്രമാത്രം ഉപദേശങ്ങളുണ്ട്. അപ്പോൾ ഈ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നെല്ലാം സഭയെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ദൈവത്താൽ നിയുക്തരായിരിക്കുന്ന ഇടയന്മാർക്ക്, മൂപ്പന്മാർക്ക് കർത്തവ്യമുണ്ട്. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ ഇന്ന് മറന്നുപോയോ? ശരിയായ നിലയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ജനങ്ങൾക്ക് പഠിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ചിലർക്ക് പിതാവ് മാത്രം മതി, യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ചിലർക്ക് പുത്രൻ മാത്രം മതി, യേശു നാമക്കാർ. നോക്കുക, ഓരോ നാമക്കാർ ഓരോ ഉപദേശങ്ങളും പിടിച്ചുകൊണ്ട് ജനങ്ങളെ ദൈവവചനത്തിൽ നിശ്ചയമില്ലാത്തവരെ അവരെ തെറ്റിക്കുക. അപ്പോൾ ദൈവം ഏകദൈവം, ത്രിയേക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ത്രിയേക ദൈവം. ആ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരറിവില്ല എങ്കിൽ തെറ്റിപ്പോകാനായിട്ട് യാതൊരു പ്രയാസമില്ല. ത്രിയേക ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ശക്തമായിട്ട് പഠിപ്പിച്ചത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യസ്ഥനെ അയക്കും. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ ഞാനത് നിങ്ങൾക്കായിട്ടൊന്ന് വായിക്കാം. യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവത്തെ നമുക്ക് വേണ്ടി അയക്കാമെന്ന് പുത്രൻ വാഗ്ദത്തം ചെയ്തു. അത് പിതാവിനോട് ചോദിച്ച്
അങ്ങനെ നമുക്ക് വേണ്ടി അയക്കുക. മാത്രമല്ല പരിശുദ്ധാത്മാവ് വീണ്ടും ജനിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ ആത്മാവിൽ വീണ്ടും ജനിച്ച നമ്മൾ നോക്കണം, ഉപദേശങ്ങളിലൊക്കെ ഇന്ന് എത്രയോ പേര് രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും ചെയ്യും, പിന്നെ അവർ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുക. എത്രയോ അബദ്ധ ഉപദേശം. രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ചിലർ പറയുന്നത് ഞങ്ങൾ ഒരാഴ്ചയൊക്കെ ഉപദേശിച്ച ശേഷം ആത്മാവിനെ കിട്ടിയെന്ന്. ഇതൊക്കെ ഉപദേശ വിഷയങ്ങളിലുള്ള അജ്ഞതയാണ്. ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കൽ യഥാർത്ഥമായിട്ടും സഭയിൽ നടന്നില്ലെങ്കിൽ ജനങ്ങൾ തെറ്റിപ്പോകാൻ യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ നമ്മൾ കൂടി വരുന്ന, എങ്ങനെയെങ്കിലും കൂടി വന്ന് ഒരു 5-8 പാട്ട് പാടി ഏതെങ്കിലും സങ്കീർത്തന ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഭാഗം എടുത്ത് വായിച്ച് പിന്നെ കുറേ സാക്ഷ്യവും അതും ഇതെല്ലാം പറഞ്ഞ് ആൾക്കാരൊരു ചടങ്ങ് രൂപത്തിലായിരുന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ വ്യവസ്ഥകളെയെല്ലാം തകിടം മറിച്ചു. നമ്മൾ ചിന്തിക്കണം, നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ആത്മീയ വളർച്ചയുണ്ടോ? നമ്മൾ ഓരോ ദിവസവും ക്രിസ്ത്യാനുരൂപരായി തീരുന്നുണ്ടോ? നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം ശരിയായ നിലയിൽ പഠിപ്പിച്ചില്ല എങ്കിൽ അവർക്ക് കർത്താവിൽ വളരുവാൻ കഴിയുകയില്ല. ഈ മായമില്ലാത്ത പാല് ദൈവവചനം അതിൽ കൂട്ടിക്കലർത്താതെ, അതിൽ ഏതെങ്കിലും നിലയിലുള്ള നമ്മുടേതായിരിക്കുന്ന ചിന്താഗതികളെ യുക്തിയും ബുദ്ധിയും ചേർക്കാതെ ഉള്ളതുപോലെ പകർന്നു കൊടുക്കുക എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം, അത് ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ ആ കാര്യങ്ങളുടെ ശരിയായ പ്രകാശനം പ്രാപിച്ച് പങ്കിടുക എന്നുള്ളത് എല്ലാ മൂപ്പന്മാരുടെയും കർത്തവ്യമാണ്. ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന സഭാ മൂപ്പന്മാർ, സഭയുടെ അധ്യക്ഷന്മാർ, അവർ അത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, കാരണം ഒരു ദിവസം അതിനെല്ലാം നാം കണക്ക് ബോധിപ്പിക്കേണ്ടവർ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് മാത്രമല്ല, നമ്മളതിൻ്റെ 23-ാം വാക്യം യോഹന്നാൻ 14:23 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കണ്ടോ? അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്, പിതാവുണ്ട്, പുത്രനുമുണ്ട്. എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം ഒരുമിച്ചാണ് നമ്മളിൽ വാസം ചെയ്യുന്നത്. എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമുക്കൊരു നല്ല കൂട്ടായ്മ എപ്പോഴും ഉണ്ട്. നമ്മൾ ഏകരായിരിക്കുമ്പോഴും ഈ ത്രിയേക ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. അതെന്തൊരു നല്ല കൂട്ടായ്മയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പ്രത്യേകിച്ച് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ തന്നെ അത് ഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കും. എത്ര വിലപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ നല്ലൊരു ഉപദേഷ്ടകനായി നമ്മൾ 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് പോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ ചിന്തിക്കണം, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മളെ എത്രമാത്രം കരുതുന്നു. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിന് എത്ര വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സഭാജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ നമുക്ക് ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ, ദൈവവചനം അതിൻ്റെ ഉപദേശ സത്യങ്ങളെ അറിയുവാനുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടാകണം. നമുക്ക് അങ്ങനെയുള്ള ഒരു ദുരുപദേഷ്ടാക്കന്മാർ വന്നാൽ അവരോട് നമുക്ക് ദൈവവചനത്തിൽ അങ്ങനെയല്ല, ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ നിലയിലുള്ള ഒരു വചന അഭ്യാസനം ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അതിന്ന് നമ്മളായിരിക്കുന്ന ദൈവസഭയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അത് ശരിയായ നിലയിൽ അനേക സഭകൾ തന്നെ ദുരുപദേശത്തിൻ്റെ കെട്ടുകളവിടെ. എന്തുമാത്രം തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ. ചിലർ ചിന്തിക്കുന്നതൊക്കെ അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അഭിഷേകം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന എത്രയോ പെന്തക്കോസ്ത് കൂട്ടങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം, ക്രിസ്തുവിൽ വസിക്കുന്ന ഒരിക്കലും ഒരു വ്യക്തിക്ക് അഭിഷേകമില്ല. പിന്നെ നമ്മളിപ്പോൾ വായിച്ച വാക്യോ, അത് ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ, അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്നതിലൂടെ ക്രിസ്തുവിൽ പകരപ്പെട്ട അഭിഷേകം നമ്മളിലേക്ക് പകരപ്പെടുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം.
ദേഹത്തിന് ഒരിക്കലും അഭിഷേകം ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിശദമായി പോകുന്നില്ല. അപ്പോൾ നമ്മളിൽ ഈ വീണ്ടും ജനിച്ച എല്ലാവരിലും ഈ അഭിഷേകം ഉള്ളിലുണ്ട്. അത് നാം മറക്കരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമോ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പ്രാർത്ഥന ചെല്ലേണ്ട ആവശ്യമോ ദൈവവചനം അനുശാസിക്കുന്നില്ല. ഈ കാര്യങ്ങൾ നമ്മുടെ യഥാർത്ഥത്തിൽ ഉള്ള സത്യങ്ങൾ അത് ഉള്ളതുപോലെ പഠിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരുപദേഷ്ടകന്മാരുടെ ഇതിൽപ്പെട്ട് അവർ വഞ്ചിക്കപ്പെടാനിടയായിത്തീരും. അപ്പോൾ ഒന്ന് നമുക്ക് ഉപദേശം എന്താണ്? ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ തിരുവചനത്തിലൂടെ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ബോധനമാണ് ഉപദേശം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, തിരുവചനത്തിലൂടെ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ബോധനമാണ് ഉപദേശം. അപ്പോൾ ഈ ഉപദേശങ്ങളെ നമുക്ക് കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് അനുഭവമാക്കുവാനും നമുക്ക് കഴിയണം. നമ്മൾ പഴയ നിയമത്തിലും യിരെമ്യാ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഉപദേശം കൈക്കൊള്ളണം. നോക്കുക, നമ്മൾ ഈ സത്യ ഉപദേശം പഠിച്ചില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വഞ്ചിക്കപ്പെടാം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ ചിലർ വിചാരിക്കുന്നതൊക്കെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടെന്നാണ്. അങ്ങനെയാണോ? അത് ആ ഉപദേശം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് സ്നാനം, അതിൽ മുതിർന്ന സ്നാനമെന്നോ ശൈശവ സ്നാനമെന്നോ ഇല്ല. യഥാർത്ഥമായും വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ശിഷ്യനായി തീർന്നവർക്ക് സ്നാനം. കർത്താവ് പറഞ്ഞത് മത്തായി 28:19, നിങ്ങൾ ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി ഈ സുവിശേഷം പറഞ്ഞ് ജനത്തെ ശിഷ്യരാക്കി അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കാനാണ്. നമ്മുടെ മലയാളത്തിൽ പരിഭാഷയിൽ ഒരു സ്വല്പ തെറ്റുണ്ട്, എങ്കിലും ഞാൻ അതിൻ്റെ റൂട്ടിൽ പറയുക. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ സത്യം പഠിപ്പിച്ചിട്ട് ശരിയായ നിലയിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ ഉപദേശം നമ്മൾ പഠിപ്പിക്കണം. ഉപദേശത്തിൽ നിൽക്കുന്നില്ല എങ്കിൽ കർത്താവോട് പറയുന്നത് എന്തുവാ? യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടു പിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഉപദേശം കൈക്കൊള്ളുക. എന്നാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതിൻ്റെ 32-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം, ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സ് വെച്ചില്ല. ഓ, അതെന്ത് ദുഃഖകരമായ കാര്യമല്ലേ! ഉപദേശം അത് കേൾക്കുവാൻ അവർ മനസ്സ് വെച്ചില്ല എന്ന. ഓ, അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇന്ന് നമുക്ക് ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ താല്പര്യമുണ്ടോ? ഈ യഥാർത്ഥ രക്ഷിക്കപ്പെടാത്ത അനേകർ ഇന്ന് സഭകളിലുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സഭകളിൽ ജഡീകന്മാരുണ്ട്, പ്രാകൃതന്മാരുണ്ട്, ആത്മീയരുണ്ട്. ഈ മൂന്ന് നിലയിലുള്ള കൂട്ടരും സഭയിലുണ്ട്. അപ്പോൾ പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാത്ത ആൾക്കാരാണ്. അവർക്ക് ഈ വചനങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരതിനോട് മറുതലിക്കും. ഈവൻ ജഡീകന്മാരും അവരോട് ചേരും. കാരണം അവർക്ക് വേണ്ട രീതിയിൽ ആത്മീയമായ വളർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അവർ ദൈവവചനം കൈക്കൊള്ളുവാൻ, ഉപദേശങ്ങൾ കൈക്കൊള്ളുവാൻ അവർ പല രീതിയിൽ ഇടർച്ചകൾ കൊണ്ടുവരാം. 1 മണിക്കൂറൊക്കെ വചന പഠനമെന്ന് പറയുമ്പോൾ ചിലർക്ക് അത് അലർജിയാണ്. അവർ പറയും അതൊരു 20 മിനിറ്റ് പോരെ, 30 മിനിറ്റ് പോരെ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അതെന്നാ അറിയോ? യഥാർത്ഥത്തിൽ അവർ വീണ്ടും ജനിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. മനസ്സിലാക്കണം. അപ്പോൾ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അരോചകമായി മാറും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്ന ഈ നല്ലൊരു അനുഭവം. തിമോത്തിയോസിനോട് പൗലോസിനെ പറയുന്ന ഒരു വാക്യം ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1 തിമോത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യമാണ്. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും
നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഉണ്ടോ? എത്ര വിലപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്ത്രീ തിമോത്തിയോസിനോട് പറയുന്നേ. ഒന്നുകൂടെ വായിക്കാം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഉപദേശ വിഷയങ്ങൾ നന്നായി പഠിക്കണം. അനേക നിലയിലുള്ള ഇപ്പം നൂതനമായിരിക്കുന്ന അനേക ഉപദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സഭയെ, ദൈവത്താൽ നിയുക്തരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവസഭയെ ക്രിസ്തുവിൽ ഓരോ ദിവസവും വളരുന്ന, നിറയ്ക്കുന്ന, അവരെ ഉറപ്പിക്കുന്ന, അവരെ തികഞ്ഞവരാക്കി തീർക്കുന്ന ഒരു വലിയ വേലയിലാകുന്നു എന്നുള്ള ബോധത്തോടെ അവർ അത് ചെയ്യണം. അതുപോലെ സഭാവിശ്വാസികളും വളരാനായിട്ട് ഉത്സാഹിക്കണം. ഒന്നാമത്തെ കാര്യം, അവർ നല്ലപോലെ ഉപദേശിക്കുന്ന ഒരു സഭയായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് സ്നേഹിക്കുന്ന സഭയായിരുന്നു. അതാണല്ലോ കൂട്ടായ്മ ആചരിച്ചു എന്ന് പറയാൻ കാരണം. കൂട്ടായ്മ ആചരിച്ചു. കൂട്ടായ്മയുടെ മാഹാത്മ്യം ഇന്ന് അനേകർക്കും ഇല്ല. അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. നമ്മുടെ കൂട്ടായ്മ ബന്ധം എങ്ങനെയുണ്ട്? കാരണം രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും ദൈവസഭയുടെ ഒരു അംഗമെന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അപ്പം ഈ അവയവം എങ്ങനെയായിരിക്കണം? നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം, 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ ഒരു വാക്യം ഞാൻ വായിക്കാം. 15-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം മാത്രം. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനോട്, കർത്താവിൻ്റെ ശരീരത്തിൽ ചേർക്കപ്പെട്ട ഓരോ വ്യക്തിയും ഏത് നിലയിലാണ് നമ്മൾ കൂട്ടായ്മയിലായിരിക്കേണ്ടത്? നമുക്ക് കൂട്ടായ്മയിൽ നിന്നും വിട്ടുപോകാൻ പറ്റുമോ? ഇതെത്രയോ പേര് കൂട്ടായ്മയ്ക്കുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും കൂട്ടായ്മയെ ഗൗരവമായി കാണുന്നില്ല. അവർക്ക് മനസ്സുണ്ടേ പോകും, മനസ്സിലേ പോയില്ല. പ്രിയമുള്ളവരെ, സഭാജീവിതം അങ്ങനെയൊന്നല്ല. നമുക്ക് ഒരു കൂട്ടായ്മ പോലും നഷ്ടപ്പെടുത്തുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ അത് പാപമാണ്. അതിനെ ഒരു പാപമായിട്ടൊക്കെ പലരും കാണാറില്ല. അത് അവരുടെ അറിവുകേടാണ്. ഇത് ദൈവത്തിൻ്റെ ദർബാറാണ്. നമുക്കൊരിക്കലും ഈ കൂട്ടായ്മയിൽ നിന്നും വിട്ടുനിന്ന് നമുക്ക് കർത്താവിൽ വളരാൻ കഴിയുകയില്ല. കർത്താവ് തന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചും പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പോൾ ഒരു കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നിലനിൽപ്പുണ്ടോ? കൊമ്പിന് സ്വയമായിട്ട് ഫലം കായ്ക്കാൻ കഴിയുമോ? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലം കായ്ച്ചാൽ പോരാ, ധാരാളമായി ഫലം കായ്ക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ബന്ധം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ന് അനേകരും കൂട്ടായ്മകളിൽ വരുന്നുവെങ്കിലും അവർക്ക് കൂട്ടായ്മ ബോധമില്ല. ആ കൂട്ടായ്മ ബോധത്തിൽ വളരാത്തതുകൊണ്ട് അവർ വേണ്ടും വണ്ണം അവർ ക്രിസ്തുവിൽ വളരുന്നില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഓരോ കൂട്ടായ്മകളിലും കൂടുവാനായിട്ട് ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം തരുന്നെങ്കിലും നമ്മൾ കൂട്ടായ്മയെ പലപ്പോഴും തുച്ഛീകരിക്കാറുണ്ട്. അങ്ങനെ വരുന്നത് ഒരു വലിയ തെറ്റായ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ആരാധിക്കുന്ന സഭയായിരുന്നു. ആദിമസഭ ആരാധനയ്ക്ക് മഹാത്മ്യം കൊടുത്തിരുന്നു. യഥാർത്ഥത്തിൽ എല്ലാ കൂട്ടായ്മയും ഒരു ആരാധന തന്നെയാണ്. അപ്പോൾ കാരണം അതാണല്ലോ, പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം അനേക കൂട്ടായ്മകൾക്ക് ആരാധന, അല്ലെങ്കിൽ ആ കൂട്ടായ്മകളിൽ ആരാധന അല്ലെങ്കിൽ ഒരു ആരാധനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മുഖ്യ ഭാഗം കർത്താവിൻ്റെ മേശയാണ്. അപ്പോൾ അപ്പം നുറുക്ക് കർത്താവിൻ്റെ മേശ ആചരണം ഇന്ന് പലയിടങ്ങളിലും ഇല്ല. നോക്കണം, സൗകര്യാർത്ഥം അത് മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒക്കെ ആയിട്ടങ്ങ് മാറ്റുകയാണ്. അങ്ങനെയാണോ? അപ്പോസ്തലന്മാർ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 20:7 ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. അപ്പം നുറുക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ മേശയ്ക്ക് വളരെ പ്രാധാന്യം അവർ കൊടുത്തിരുന്നു. നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ആരാധനാ യോഗങ്ങൾ എങ്ങനെയുണ്ട്? നമുക്ക് ആരാധനയോട് കൂറുണ്ടോ? പലരും ഒരാരാധനയ്ക്ക് വന്നാൽ പിന്നെ 2 ആരാധനയും വരികയില്ല. ഒരു മുടന്തൻ ജീവിതമാണ്.
അങ്ങനെ ജീവിക്കുവാൻ പറ്റുമോ പ്രിയമുള്ളവരെ ഒരു സഭാജീവിതത്തിൽ? ഇതിൻ്റെയൊക്കെ അർത്ഥം അവർ യഥാർത്ഥമായിട്ടും വീണ്ടും ജനിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന് ഒരു കൂട്ടായ്മ മുടക്കിയാൽ അവർക്ക് ഭയങ്കര ദുഃഖമായിരിക്കും. ഒരു ആരാധന നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റിയല്ല. ചിന്തിക്കുക, ഇന്ന് നമുക്ക് ആ അനുഭവം ഉണ്ടോ? വീണ്ടും നമ്മൾ കാണുന്നത് അത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരുന്നു. ആദിമസഭ പ്രാർത്ഥനയിൽ വളരെ ഉത്സുകരായിരുന്നു. പ്രതികൂലങ്ങൾ വളരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർക്കെതിരെ അവർ ശക്തമായി കൂടി വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 31 വരെയുള്ള വാക്യം വായിക്കാൻ പോയാൽ വളരെ ഇതാണ്. ഞാൻ അതിനെ ചുരുക്കിയെന്ന് പറയാം. അവർ ഒരുമനപ്പെട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ 24-ൽ അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു എന്ന് പറയാൻ പ്രാർത്ഥിച്ചു. ഇനി അതിൻ്റെ അവസാന ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. അവർ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രതികൂലങ്ങളിൽ അവർ ഓടി ഒളിക്കുകയായിരുന്നില്ല. പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചു, പ്രാർത്ഥിച്ച് ആത്മാവിൽ ശക്തിപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മൾ വീണ്ടും പത്രോസിനെ ജയിലിലിട്ട സമയത്തും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ സഭ എന്ത് ചെയ്തു? നമ്മൾ 12-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 12:5 ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നോക്കുക, അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരുന്നു ആദിമസഭ. ഇന്ന് നമ്മുടെ സഭ യഥാർത്ഥമായും പ്രാർത്ഥിക്കുന്നൊരു സഭയാണോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രിയമുള്ളവർ, പ്രാർത്ഥന പോലെ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ മറ്റൊന്നില്ല. പ്രാർത്ഥന പോലെ ഫലവത്തായ എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ വിജയമുണ്ട്. ഇന്ന് അനേക വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ, സഭാജീവിതങ്ങളിൽ വന്നിരിക്കുന്ന ഒരു വലിയ വീഴ്ച അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശൂന്യതയാണ്. നമ്മൾ വ്യക്തിപരമായി പരിശോധിക്കണം. അപ്പോൾ ആദിമസഭ അത് പഠിക്കുന്ന ഒരു സഭയായിരുന്നു, സ്നേഹിക്കുന്ന സഭയായിരുന്നു, ആരാധിക്കുന്ന സഭയായിരുന്നു, പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അതിനേക്കാളും വലുതായിട്ടൊരു കാര്യം പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്ന സഭയായിരുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന പലരെക്കുറിച്ചും നമ്മൾ നോക്കുമ്പോൾ അവർ ജീവിതത്തിൽ 10 വർഷമായി, പക്ഷെ ഒരു വ്യക്തിയോട് പോലും സുവിശേഷം അറിയിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനാനുസരണം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ട വ്യക്തിയേ അല്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റൊരുവനോട് സുവിശേഷം പറയാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആദിമസഭ അവർ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തത്. അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. നോക്കുക, പെന്തക്കോസ്ത് ദിവസം 3000-ഓളം പേര് ചേർന്നു. വീണ്ടും വേറെ താമസിയാതെ അത് 3000 ഇതാ 5000-ആയി മാറുന്നു. നമ്മൾ ചിന്തിക്കണം, അതെന്തുകൊണ്ടാണ്? എല്ലാവരും മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നതിൽ ഉത്സുകരായിരുന്നു. ഇനി അതിൻ്റെ 5-14 വായിച്ചാലോ? മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. മേൽക്കുമേൽ ഓരോ ദിവസവും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. ഇനി അതിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യത്തിലോ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, അതാ ശിഷ്യന്മാർ വളരെ പെരുകുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, അതിൻ്റെ 7-ാം വാക്യം, ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു. ചിന്തിക്കുക ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാ യാഥാർത്ഥ്യം. നമ്മൾ ദൈവവചനം അറിയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്ദേശം. ഈ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഓരോരുത്തരുടെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം പറയാൻ ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. ഇതെല്ലാ വീണ്ടും ജനിച്ച ദൈവമക്കൾക്കും വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ മുഖാന്തരം എത്ര പേർ ഈ കർത്താവിനെ അറിയുവാനും കർത്താവിലാകുവാനും ഇടയായിട്ടുണ്ട്? നിങ്ങൾ മുഖാന്തരം ഒരു സഭയെങ്കിലും ഉടലെടുക്കുവാൻ ഇടയായിട്ടുണ്ടോ?
എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിലൂടെയും അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ജനങ്ങൾ കൂടി വരുവാൻ ഇടയാക്കണം. അത് വളരെ അനിവാര്യമായ കാര്യമാണ്. കർത്താവിൻ്റെ കൃപയാൽ എവിടെയെല്ലാം ഞാൻ അനേക ദേശങ്ങളിലൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ്. ഇതിലൂടെയെല്ലാം പോയി അവിടെയെല്ലാം കർത്താവ് ഓരോ കൂട്ടങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കൃപയാൽ കർത്താവ് പ്രവർത്തിച്ചു. ഇതെന്നും നമ്മുടെ കഴിവല്ലല്ലോ പ്രിയമുള്ളവരെ. എന്നാൽ നമ്മൾ വിശ്രമം കൂടാതെ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. അതിനുള്ള കൃപ ദൈവം തന്നു. ഇതെല്ലാം ചെയ്ത ദൈവ കൃപയാണ്. ഞാൻ എൻ്റെ കഴിവോ എൻ്റെ മഹാത്മ്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അനവധിയായി നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരണം. നമ്മളിലൂടെ അനേകർ കർത്താവിനെ കണ്ടെത്തുവാനിടയായി തീരണം. എത്ര വിശേഷപ്പെട്ട ആദിമ സഭ, എത്ര നല്ല ഒരു മാതൃകാ സഭയായിരുന്നു. അവരേത് നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആ സഭയിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഇടയായി തീർന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ഒരു അനുഗ്രഹീതമായ ആദർശപൂർണമായ ഒരു സഭയിൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്നുണ്ടോ? സഭാ ജീവിതത്തിൽ നമുക്കൊരു യഥാർത്ഥമായിരിക്കുന്ന ഒരു നല്ല സാക്ഷ്യമുണ്ടോ? നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. യഥാർത്ഥ വീണ്ടും ജനിച്ച വ്യക്തി അവർ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കൊരു സ്വയം ശോധന ആവശ്യമാണ്. ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ പോലെ എനിക്കും കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവിന് എന്നെ ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു ആഗ്രഹം, അതിനുള്ള ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ തലമുറയിലും നമ്മിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളായിരിക്കുന്ന സഭ യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു സഭയാണോ? ആ സഭയിൽ ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ? നമുക്ക് സ്വയം നമ്മോട് തന്നെ ചോദിക്കാം. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.